തിരുവിതാംകൂറിൽ നഗരവികസന സമിതികൾ രൂപവത്കരിക്കപ്പെട്ടത് ഏത് രാജാവിൻ്റെ കാലത്ത്? ഉത്തരം ശ്രീമൂലം തിരുനാൾ. ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ നഗരവികസന സമിതികൾ രൂപവത്കരിക്കപ്പെട്ടത്. പോർച്ചുഗീസുകാർ പെപ്പർ ക്വീൻ എന്ന് വിളിച്ച ദക്ഷിണേന്ത്യയിലെ ഭരണാധികാരി ആര്? ഉത്തരം കേളടി ചെന്നമ്മ. കേളടി ചെന്നമ്മയാണ് പോർച്ചുഗീസുകാർ പെപ്പർ ക്വീൻ എന്ന് വിളിച്ച ദക്ഷിണേന്ത്യയിലെ ഭരണാധികാരി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം വാഞ്ചി അയ്യർ. വാഞ്ചി അയ്യരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിൻ്റെ പേരെന്ത്? ഉത്തരം ലിറ്റിൽ ബോയ്. ലിറ്റിൽ ബോയ് എന്നാണ് അമേരിക്ക ഹിരോഷിമയിലിട്ട ബോംബിൻ്റെ പേര്. ദ ലീഗ് ഓഫ് നേഷൻസ് എ പ്രാക്ടിക്കൽ സജഷൻ എന്ന കൃതിയുടെ രചയിതാവാര്? ഉത്തരം ജാൻ സ്മട്സ്. ജാൻ സ്മട്സ് ആണ് ദ ലീഗ് ഓഫ് നേഷൻസ് എ പ്രാക്ടിക്കൽ സജഷൻ എന്ന കൃതിയുടെ രചയിതാവ്. മേഘങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞനാര്? ഉത്തരം ലൂക്ക് ഹൊവാർഡ്. ലൂക്ക് ഹൊവാർഡാണ് മേഘങ്ങളെ വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ. ഥാർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏവ? ഉത്തരം ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന. ഗുജറാത്ത്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലായാണ് ഥാർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. ഗ്രേറ്റ് ഹിമാലയൻ ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്ത്? ഉത്തരം ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലാണ് ഗ്രേറ്റ് ഹിമാലയൻ ദേശീയോദ്യാനം. ഇന്ത്യയിൽ തേയില എത്തിയത് ഏതു രാജ്യത്തു നിന്നാണ്? ഉത്തരം ചൈന. ചൈനയിൽ നിന്നാണ് ഇന്ത്യയിൽ തേയില എത്തിയത്. ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം എവിടെ? ഉത്തരം പൂനെ. പൂനെയിലാണ് ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം. കോഴിക്കോട് ജില്ലയിലെ ചെമ്പുക്കടവ് പദ്ധതി ഏതു നദിയിലാണ്? ഉത്തരം ചാലിപ്പുഴ. ചാലിപ്പുഴയിലാണ് കോഴിക്കോട് ജില്ലയിലെ ചെമ്പുക്കടവ് പദ്ധതി. കേരളത്തിലെ വടക്കേ അറ്റത്തെ ചുരമേത്? ഉത്തരം ആലട്ടി ചുരം. ആലട്ടി ചുരമാണ് കേരളത്തിലെ വടക്കേ അറ്റത്തെ ചുരം. ലോകബാങ്ക് പ്രസിഡന്റ് എപ്പോഴും ഏതു രാജ്യക്കാരനായിരിക്കും? ഉത്തരം അമേരിക്ക. ലോകബാങ്ക് പ്രസിഡന്റ് എപ്പോഴും അമേരിക്കക്കാരനായിരിക്കും. കേരളത്തിൽ ആദ്യമായി വ്യവസായ നയം പ്രഖ്യാപിച്ച വർഷം ഏത്? ഉത്തരം 1960. 1960 കേരളത്തിൽ ആദ്യമായി വ്യവസായ നയം പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽ തേരിയും രണ്ടാമത്തെ തുറന്ന ജയിൽ കാസർകോട്ടെ ചീമേനിയുമാണ്. കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽ തേരിയും രണ്ടാമത്തെ തുറന്ന ജയിൽ കാസർഗോഡ് ജില്ലയിലെ ചീമേനിയും ആണ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ആദ്യ മാനേജിംഗ് ഡയറക്ടർ ആര്? ഉത്തരം കാമില്ലേ ഗട്ട്. കാമില്ലേ ഗട്ട് ആണ് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ആദ്യ മാനേജിംഗ് ഡയറക്ടർ.